ചിന്താധാരകളെ അവരെ സൈക്കോളാക്കി മാറ്റാനും അവരുടെ പഠനം ഇല്ലാതാക്കി മാറ്റാനും നല്ലപോലെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലെയും പുരുഷന്മാരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കുത്തിക്കയറ്റി ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ആ കുടുംബങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന ഈ മ്ലേച്ഛ പ്രവർത്തികൾ ഇത് നിങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാപ്പി കുടിക്കാം. സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ? എടുത്തോ മോനെ, സബ്സ്ക്രിപ്ഷൻ എടുത്തോ. പൊളിയാ. സബ്സ്ക്രിപ്ഷൻ എടുത്തോളോട് ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രഞ്ജി സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആൾക്കാർ കുറവായിരിക്കും. ആൾക്കാർക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. അത് കേട്ടിട്ട് പോലും അത് വലിയ ഇതായിട്ട്, അതേസമയം ഒരു വേറെ വല്ല ഈ തോന്നിവാസം കാണിച്ച് നടക്കുന്നവന്മാരോ വല്ലതൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ടും കയറിപ്പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഒന്നിലേക്കൊന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും ആൾക്കാരില്ല, അത് മനസ്സിലാക്കാനും ആൾക്കാരില്ല, അതിന് നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ട്. അതാണ് പോസിറ്റീവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും കാണുകയില്ല. അപ്പം രഞ്ജി സാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അതിന് മുമ്പ് ആ വീഡിയോയുടെ കാര്യം പറയാം. ഇപ്പം ഈ ഒരു പബ്ലിക്കായിട്ട് ഒരു പുരുഷൻ അവൻ്റെ ഷർട്ട് ഇടാതെ ഇങ്ങനെ നടക്കുമോ, തീരെ വൾഗറായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മോശമായിട്ട് കാണാൻ കൊള്ളുകയില്ലാത്ത രീതിയിൽ ആണുങ്ങൾ എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരിച്ചിരി ഒന്നും വേണ്ട ഒരു മുണ്ടുടുക്കുമ്പം അവരൊന്ന് ഉയർത്തി ഒന്ന് പൊക്കി കുത്തിയാൽ, അങ്ങനെ ഒന്ന് ചെയ്യുമോ എന്നേലും ചെയ്താൽ അതിനെതിരെ ശബ്ദമുയർത്താൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അവനെ ഉടനെ പിടിക്കുന്നു, ഉപദ്രവിക്കുന്നു, നാട്ടുകാർ തല്ലുന്നു, പോലീസ് വരുന്നു, അകത്തിടുന്നു. എന്നാ സ്ത്രീയെ എന്നേലും ഒന്ന് കാണിച്ചു, എന്നെ അതൊക്കെ ഒരു വാക്കതിന് പറയും, മറന്നുപോയി. അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. തന്നെയല്ല, ഒരു സ്ത്രീയെ ഇച്ചിരി നേരം നോക്കിക്കൊണ്ടിരുന്നാൽ പോലും കുറ്റങ്ങളേ ഉള്ളൂ പുരുഷന്മാർക്ക്. അങ്ങനെയുള്ളൂ. അതുപോലെ പുരുഷന്മാരുടെ പേര് ഭയങ്കര പ്രശ്നങ്ങളാണ്. ആണുങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി ഒരു പുരുഷൻ പബ്ലിക്കായിട്ട് നിന്നൊന്ന് യൂറിൻ പാസ് ചെയ്താൽ അതും തെറ്റാണ്. അതിനും അവനെ ഉപദ്രവിക്കാൻ ആൾക്കാർ ചെല്ലും, ചീത്ത വിളിക്കാൻ. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി ഡബ്ബിങ് ആർട്ടിസ്റ്റ്, അവർ ഈ ഫെമിനിസ്റ്റുകൾ ആണല്ലോ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ, അവർ സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ടും ഘോര പ്രസംഗിക്കുന്നൊരു വ്യക്തികളാണ്. അവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സ്ത്രീകൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഒരു സ്ത്രീ കാണിച്ച തെറ്റാണ്, അവരങ്ങനെ ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ഇങ്ങനെ ആകാൻ പാടില്ല എന്ന് അവർ പറയുന്നത് കേട്ടിട്ടില്ല ആരും. അങ്ങോട്ടുള്ളൊന്നും ആരും. പിന്നെ ചിലർ വന്നേച്ച് പറയുന്നുണ്ട് അവർ ജീവിച്ചു പോട്ടെ എന്ന്. അങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് പറയുന്നവരാരെങ്കിലും ആ ഒരു ജീവിതം ഒന്ന് ട്രൈ ചെയ്യുമോ, ഈ ജീവിച്ചു പോകുന്നവർ കാണിക്കുന്ന കൂട്ടുള്ള രീതികൾ? അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞു, ഒരു പുരുഷൻ റോഡ് സൈഡിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കാർ ഇടിച്ച് കൊല്ലാൻ തോന്നി എന്ന് പറഞ്ഞു. അവരെ ഇടിച്ചങ്ങ് തെറിപ്പിക്കാൻ തോന്നി, കൊല്ലാൻ തോന്നി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കര രോഷത്തോടു കൂടി സംസാരിക്കുന്നതുണ്ട്. ഒരു പുരുഷൻ വഴി നിന്ന് യൂറിൻ പാസ് ചെയ്ത് പണ്ട് മുതൽ കാലം മുതലേ ഉള്ളതാണ്. പുരുഷന്മാർ അവരെവിടെയെന്ന് വെച്ചാൽ അവർക്ക് യൂറിൻ പാസ് ചെയ്ത സ്ഥലം കണ്ടാൽ ചെയ്യും. ഇപ്പോഴാണ് അത് നിയമപരമായിട്ട് കുറേ തെറ്റും കാര്യങ്ങളൊക്കെ വെച്ച കാര്യം, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തുപ്പാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നത്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാടേ ഉള്ളൂ, തുപ്പാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഇതിനൊരു നിയമവും കാര്യങ്ങളൊക്കെ വന്നത്. അല്ലാതെ പണ്ട് മുതൽ ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി മൂത്രമൊഴിച്ച് പോകുമായിരുന്നു. പക്ഷേങ്കിൽ ഒരു സ്ത്രീ പബ്ലിക്കായിട്ട് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പബ്ലിക്കായിട്ട് അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപർണ എന്ന് പറഞ്ഞ ഒരുത്തി കാണിക്കുന്ന പരിപാടിയാണ്. ഭാഗ്യലക്ഷ്മി കണ്ടത് വഴിയെ പോയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നതാണ് കണ്ടത്. അത് ഇവർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ വീഡിയോയിലൂടെ വന്ന് ഞാൻ പബ്ലിക്കായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോവാണ്, നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞൊരു പെണ്ണ് കാണിക്കുന്നു. ഇതിനൊന്നെതിരെ നിങ്ങൾക്കാർക്കും പ്രതികരിക്കാൻ പറ്റില്ല. അതൊരു പുരുഷനാവെന്ന് പറയുന്നെങ്കിലോ, പിന്നെ എൻ്റെ ദൈവമേ, എവിടെ നിന്നൊക്കെയാണ് പൊട്ടിമുളച്ച് ഫെമിനിസ്റ്റുകൾ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. വരുന്നവന്മാർ അവരുടെ അടുത്ത തലമുറ വരെ തേച്ചൊട്ടിച്ചതിന് ശേഷമേ പിന്മാറത്തുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങളെ സൈഡിൽ കാണിക്കാം. പക്ഷേ കുഞ്ഞു പിള്ളേർ അടുത്തിരിപ്പണമെങ്കിൽ അവരെ മാറ്റിയിരുത്തിയേക്കുക. പ്രായപൂർത്തിയാകാത്ത പിള്ളേരൊക്കെ അടുത്തിരിപ്പണം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞുങ്ങളാരെങ്കിലും അടുത്തിരിപ്പണമെങ്കിൽ കാണിക്കാതിരിക്കുക. കാര്യം ഞാൻ എൻ്റെ ചാനലത്ര ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോസ് കഴിവതും ഞാൻ ഒഴിവാക്കും. കാര്യം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പം അത് നിങ്ങളുടെ മുന്നിൽ തെളിവായിട്ട് കാണിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇതൊന്ന് കണ്ടു നോക്ക്. അപർണ എന്നാണ് ഇവിടെ പേര്. ഞാൻ നിങ്ങളുടെ അപർണ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മൊത്തം മുതലാണത് എന്നും പറഞ്ഞാണ് അവൾ വരുന്നത്. ഹായ്, നിങ്ങളുടെ അപർണയാണേ. പബ്ലിക് പ്ലേസിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വലിയൊരു കൊതിയാ. ആ ചലഞ്ച് ഏറ്റെടുത്താലോ? വാ നോക്കാം. ഭാഗ്യം അത്രയേ ഉള്ളൂ. അത്രയും കൊണ്ട് നിർത്തി. ബാക്കി ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇല്ല ഇനി ബാക്കിയുള്ളത്. ബാക്കി ആപ്പിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്പിൽ ചെന്ന് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പെയ്ഡ് ചെയ്ത് കാണുന്ന ഓരോ ആപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇത് ഇവർ പബ്ലിക്ക് വന്ന് ഇത്രയും കാണിച്ചു. ഏതൊരു പിള്ളേർക്കാണെങ്കിലും ഇതിൻ്റെ ബാക്കി എന്നാന്ന് കാണാൻ ചിലപ്പോൾ ഒരു ആകാംക്ഷ കാണും. അപ്പോൾ അവർ ബാക്കി കാണാൻ വേണ്ടി പോകും. ഇപ്പോൾ ഇത് തന്നെയല്ല, ഒരുപാട് കാര്യങ്ങൾ വേറെ കാണിക്കുന്നുണ്ട്. ജട്ടി ഊരി ചെറിയുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഏറ്റവും ഐസ്ക്രീം അങ്ങനെയായിട്ട് പറഞ്ഞൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഐസ്ക്രീം അല്ല അതിനൊക്കെ നല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഡബിൾ മീനിങ്ങോട് കൂടി പറയുന്നൊരു കാര്യമുണ്ട്. രേണു ഇനി പുള്ളിക്കാരുടെ ആരാധകർക്ക് കൊടുക്കാൻ പോകുന്നത് കോലുമുട്ടായി തിന്നുന്നതും പിന്നെ നാരങ്ങാനീര് തിന്നുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കും.
എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറി പെടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി മനുഷ്യർക്ക് ഫോൺ തുറക്കാൻ മേലാത്ത പോലത്തെ അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ തുറക്കാൻ മേലാത്ത ഇപ്പോൾ ഒത്തിരി കൂടി ഒരുപാട് ഇവർ രേണുവിനെ തന്നെയും കുറ്റം പറഞ്ഞിട്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പമ്പ, പിന്നെ നിമിഷയുടെ കെട്ടിയനാണ് എടുത്ത് കൊടുക്കുന്നത്. ബായോ എൻ്റെ ഭാര്യയുടെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിമിഷയുടെ കൂടെ ഇപ്പോൾ പമ്പയും കൂടെ കൂട്ടിയിട്ടുണ്ട്. 2 അവൾമാരും കൂടെ കിടന്ന് കാണിക്കുന്നുണ്ട്, നമുക്ക് ഛർദ്ദിക്കാൻ വരും. അതുപോലെ വൃത്തികേടുകളാണ് കാണിക്കുന്നത്. ഈ പമ്പയെന്ന് പറയുന്നൊരു ഡോക്ടർ എന്ന് പറയുന്നുണ്ട്, അവർക്ക് അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വരെ ഈ ഒരു ഡോക്ടർ പണി അല്ലെങ്കിൽ നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുണ്യ പ്രവൃത്തിയല്ലേ ഇതൊക്കെ. ഒരു മനുഷ്യൻ്റെ ഒരു അസുഖം മാറ്റാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു പുണ്യമാണ്. ആ ഒരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവരൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇതാണ് ഇഷ്ടം. ചുമ്മാതായിരിക്കും, ഡോക്ടറൊന്നും ആയിരിക്കില്ലായിരിക്കും. ഇവളൊക്കെ പറയുന്നതല്ലേ ഡോക്ടർ അന്ന് മറ്റന്ന് മറിച്ചാന്നൊക്കെ. ഒരു ഡോക്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മാന്യമായിട്ട് ഒരു പൊസിഷനിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കും. എനിക്കറിയാൻ മേല. ഡോക്ടർമാർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. ഇനി നാട്ടിലല്ലേ തന്നെ വെളിയിൽ പോയാലും നല്ല ശമ്പളമുണ്ട്. ഇനി പൈസയുള്ള ആർത്തി കൊണ്ടാണെങ്കിൽ എന്നാണെങ്കിലും പമ്പ കാണിക്കുന്ന കണ്ട് നമ്മൾ സഹിക്കത്തില്ല. ഭയങ്കര വൃത്തികേടായിട്ടാണ്. ഒരു പെണ്ണുങ്ങൾക്ക് പോലും നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റും. അതുപോലെയായിട്ടുള്ള വൾഗറായിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത്. അത് എല്ലാം കൂടെ കൂട്ടി ഇവരെല്ലാവരും ഉണ്ട്. രണ്ടിനെ മാത്രമായിട്ടല്ല പറഞ്ഞത്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു കാറ്റഗറി പെടുന്ന സംഭവങ്ങളാണ്. എന്നാൽ രഞ്ജിത്ത് സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 2 വാക്ക് പറയാൻ പോകുന്നത്. ശരിയാണ്, ഒരുപാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഈ വരുന്ന തലമുറയിൽ ഇനി എന്നൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നമ്മൾ പറയും കുടുംബത്തിൽ നല്ലതായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറയും, വീട്ടിൽ അപ്പനും അമ്മയും നല്ല. നമുക്ക് അതൊക്കെ ഇപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പോയി. കുഞ്ഞുങ്ങളെ നമുക്ക് നല്ലതായിട്ട് കിട്ടിയാൽ എന്നതോ നമ്മൾ ചെയ്ത പുണ്യമെന്ന് പറയാം. അല്ലാതെ എത്ര നല്ലതായിട്ട് ജീവിക്കുന്ന അപ്പനും അമ്മയുള്ള വീട്ടിലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോയി. കാര്യം നെഗറ്റീവിലേക്ക് പോകാനാണ് ആൾക്കാർക്ക് കൂടുതലും താല്പര്യം. ആ നെഗറ്റീവിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. പോസിറ്റീവായൊരു കാര്യം നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോലും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. അവരതിന് നെഗറ്റീവാണ് നല്ലതെന്നാണ് അവർ നമ്മുടെ അടുത്ത് ബാധിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മൾ തിരിച്ച് പറഞ്ഞ് നമ്മുടെ തന്തയ്ക്കും തലയ്ക്കൊക്കെ അവർ വിളിച്ചിരിക്കും. അതാണ് ഇപ്പോഴത്തെ കാലം. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുതിർന്നവർ കാണിക്കുന്ന പരിപാടി കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് എത്രയോ എളുപ്പമാണ്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000, 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ഇതിപ്പം ഈ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാനൊരു വീഡിയോ കൂടെ കാണിക്കാം കേട്ടോ. ഇവരൊക്കെ ഇവരുടേതായ രീതിയിൽ പോയി ഇവർ ചെയ്തോട്ടെ, ഇവർ പെയ്ഡ് കാണിക്കും, എന്നെ വെള്ളം കാണിക്കട്ടെ. പക്ഷേ ഇവർ പബ്ലിക്ക് വന്നിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ മുമ്പ് വീഡിയോയിൽ പ്രാവശ്യം ഇട്ടാണ്. ഇപ്പം ഈ രഞ്ജിത്ത് സാർ പറയുന്ന ഈ കാര്യത്തിലേക്ക് ഇതിലേക്ക് ഈ പിള്ളേരെയൊക്കെ ആകർഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിള്ളേരെയൊക്കെ പറഞ്ഞ് ബാ മക്കളെ ബാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന മാതിരിയാണ്. അത് പ്രായമോ ഒന്നും ഇതല്ല, അതിന് വിഷയമല്ല. പ്രായം കൂടിയതോ പ്രായം കുറഞ്ഞതോ ഒന്നും ഇവർക്കൊരു വിഷയമേ അല്ല. ഇവരെക്കാൾ അന്തസ്സുണ്ട് രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ശരീരം വിൽക്കാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്ക്. ഇവരെക്കാൾ അന്തസ്സുണ്ട്. ചായല്ല കാപ്പി കുടിക്കാം. സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ? എടുത്തോ മോനെ, സബ്സ്ക്രിപ്ഷൻ എടുത്തോ. പൊളിയാ. സബ്സ്ക്രിപ്ഷൻ എടുത്തോളോട് ചോദിച്ചാൽ മതി എങ്ങനെയുണ്ടെന്ന്. കേട്ടല്ലോ, ഇവളുടെ മകനോടാണെങ്കിൽ ഇവളിങ്ങനെ പറയുമോ? ഏതോ വീട്ടിലെ ഏതോ ഒരു കൊച്ച്, അതിന് വലിയ ഒരു അപ്പനും അമ്മയും, ആ കൊച്ചു വധിച്ച് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം എടുത്തോ മോനെ പൊളിയാന്ന്. ഇവളുടെ വീട്ടിൽ ഒരു ആൺകുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. നാളെ ആ കുഞ്ഞും ഒരു പക്ഷേ ഇതുപോലെ മറ്റൊരാളുടെ വീഡിയോസ് തേടി പോകുകയായിരുന്നു എന്നെ ഇവർക്ക് ഉറപ്പ്. അത് പിന്നെ ഇവർക്ക് വിഷയമല്ലായിരിക്കും, പൊക്കോളം പറയും. ഇവിടെ തന്നെ വേണമെങ്കിൽ ചാർജ് ചെയ്ത് കൊടുക്കും. മക്കളെ ഇന്ന ഐഡി കയറി ഇന്ന പോലെ നോക്കി മോനെ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് വേണമെങ്കിൽ പറയും. അതാ സാധനം. എനിക്ക് ആ കൊച്ചിൻ്റെ കാര്യങ്ങൾക്കും ഭയങ്കര ഒരു വിഷമമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആരുമല്ല, നമ്മുടെ സ്തുതിയോട് നമുക്ക് എവിടെയൊക്കെ ഒരു ഇഷ്ടമുണ്ട്. ആ ഒരു കലാകാരൻ എന്നോട്, അല്ലാതെ ഒരു വ്യക്തിയോടല്ല, ആ ഒരു കലാകാരനോട്, അയാളുടെ അഭിനയവും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ഭയങ്കര ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവളെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, ആ കൊച്ചുങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ആ ഋതപ്പനാണേലും ആ കുഞ്ഞ് വളർന്നു വരുന്നു. നാളെ എപ്പോഴെങ്കിലും അതിൻ്റെ മുഖത്ത് നോക്കി ഓർത്തും ചോദിക്കുക, നിൻ്റെ അമ്മ ഇങ്ങനത്തെ പണിയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനത്തെ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്ന പറയുമ്പോൾ ആ കൊച്ചിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. എന്നാൽ നമുക്ക് ബാക്കി രഞ്ജിത്ത് സാർ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്.
കാര്യം രേണുവിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ശ്രീതു ചോദിച്ചായിരുന്നു, ഇതിനെതിരെയൊക്കെ പോയവരൊക്കെ എവിടെ, ഇതിനൊന്നും ഒരു തീരുമാനമായില്ലേടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് തീരുമാനമാക്കാൻ പോയപ്പോഴത്തേക്ക് നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നല്ലോ അദ്ദേഹം പോയതിന്. എത്ര സപ്പോർട്ടായിരുന്നു അതിന്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യത്തിന് പോയതിന് ആ ഒരു പ്രശ്നത്തിന് ഇതിനൊരു പരിധി വേണം, ഒരു ലിമിറ്റ് വേണം, ഇങ്ങനെ സമൂഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കുറയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് പോയപ്പം ദേവിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതും മറ്റേ സജിനയും കൂടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. കാര്യം ഞാൻ തന്നെ ഓർത്തു ഇവരൊക്കെ ഒരു സ്ത്രീകളാണോ എന്ന് തന്നെ ഓർത്തു. ഒരു പുരുഷനായ ഒരാൾ അതിന് മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം അദ്ദേഹത്തെ കളിയാക്കി വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് സജിനയാണ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചത്. ശ്രീതു അത്രയേ ഇല്ല. ഇനിയിപ്പം രഞ്ജിത്ത് സാറിൻ്റെ വീഡിയോ എടുത്തു വെച്ചും ഇവർ പ്രതികരിക്കുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹം എതിര് പറയുന്നു, താൻ ആരോടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തനിക്ക് വല്ല പണിക്കും പൊക്കോടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അപമാനിക്കുമായിരിക്കും. അതിന് സാധ്യത വളരെ കൂടുതലാണ്. ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയെന്ന് നോക്കണ്ട. നിങ്ങളിനി ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോട് കൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിന് രഞ്ജിത്ത് സാർ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഇതിനെതിരെ ആരും പ്രതികരിച്ച് കാണുന്നില്ല. സാറെ പ്രതികരിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ മാക്സിമം നമ്മൾ വീഡിയോയിലൂടെ പ്രതികരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ദേവ് ആ ഒരു കാര്യത്തിന് പോയിട്ട് എൻ്റെതായെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. ഓരോ കാര്യങ്ങൾ താക്കീത് കൊടുത്തു എന്നൊക്കെ ഉള്ള ഇതിലൂടെ വരുന്നതല്ലാതെ ഇതിനൊന്നും മുൻകൈ ഒരു നിയമമായിട്ടാണെങ്കിൽ പോലും ഒരു പോംവഴി ഇല്ല ഇതിനൊന്നും. ഇതിന് മെനക്കെട്ട് കുറേ പേര് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലിരട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവരൊരു കോമളം എന്ന് പറഞ്ഞൊരു പെണ്ണുമ്പിള്ളയാണ്. എനിക്കൊന്നും ഇവർക്ക് മക്കളും ഇല്ല, കൊച്ചുമക്കളും ഇല്ല, ഒന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നു. കാര്യം അങ്ങനെയുള്ളൊരു വ്യക്തി, പ്രത്യേകിച്ച് കുടുംബത്തുള്ള ഈ അമ്മമാരെന്ന് പറയുമ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെ ശരീരപ്രദർശനം കാണിക്കുന്നിടത്ത് ഭയങ്കര സപ്പോർട്ടാണ് അവർ. പ്രതികരിക്കേണ്ടില്ല, പ്രതികരിക്കുന്നവരെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. ചീത്ത വിളി കേട്ടാലും വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നില്ലെന്ന് വെച്ചാൽ സാറ് പറഞ്ഞല്ലോ തന്നെ, പുതിയ തലമുറ വരുന്നത് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പിള്ളേരൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്നാണ് ഇവൾമാരൊക്കെ ഈ വീഡിയോയിലൂടെ കാണിച്ചു പോകത്തേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇവർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയാനൊക്കത്തില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു പോകത്തില്ല. ഇതെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവന്മാർക്കൊക്കെ ഇത് മറ്റുള്ളവരിൽ ഇത് ഇവന്മാരുടെ ആവശ്യങ്ങൾ നടത്താനായിട്ടൊരു വഴി തേടി പോവര്. അങ്ങനെ തേടി പോകുമ്പോഴത്തേക്ക് മുതിർന്ന സ്ത്രീകളെ ആയിരിക്കില്ല ഇവർ കൂടുതൽ ഉപദ്രവിക്കുന്നത്. ഒന്നെങ്കിൽ ഒരുപാട് പ്രായം ചെന്നവർ, അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ ആയിരിക്കും ഉപദ്രവിക്കുന്നത്. ആരോഗ്യമുള്ളവരുടെ ഇവർ ചെല്ലുകയല്ല. കാര്യം അവരൊന്നെങ്കിൽ അത് പുറത്ത് പറയും, അല്ലെങ്കിൽ ഇവരെ തിരിച്ച് ഉപദ്രവിക്കുമെന്ന് അറിയാം. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് അവർക്ക് ഇത് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. പ്രായം ചെന്ന പൈസ ഒന്ന് കണ്ണു കാണാൻ പോലും ഇരിക്കാത്ത അമ്മമാർക്ക് ആരാന്ന് എന്നാന്ന് പോലും അറിയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ചിലരൊന്നും അത് പുറത്ത് പറയല്ല, ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും, നാണക്കേട് പുറത്ത്. ഇതെല്ലാം പറയാൻ മുന്നോട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ പറയാൻ കാണും. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് പുറത്ത് പോകാൻ എവിടെ പോകണമെന്ന് അറിയാൻ പറ്റും. പിന്നെ കാണുന്ന കുഞ്ഞുങ്ങളിലായിരിക്കും അവരുടെ ആ ഒരു കാമപ്രാന്ത് അവർ തീർക്കുന്നത്. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തതുപോലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, അത് ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ, ആരാണ് ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചുപേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അവസാനം പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മൾ നിമിഷയുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ പബ്ലിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് തന്നെയാണ് എന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് തന്നെയാണ്. കാര്യം ലൈവിൽ ഇവർ വന്നിരിക്കുമ്പം ഇവർ എണീറ്റ് മാറുമ്പോൾ അങ്ങനെയാണ് ദൈവമേ വിളിക്കുന്ന തെറികൾ കേൾക്കണം ഓരോരുത്തർ വന്നിച്ച്. ചിലതിനൊക്കെ അങ്ങനെ തിരിച്ചാണൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മളിങ്ങനെ ചില സമയത്ത് ഉച്ച സമയത്തൊക്കെ പോയി ഇങ്ങനെ ആ സമയത്തുണ്ട് കുറേ ലൈവുകളുണ്ട്. അന്നേരം ഇങ്ങനെ പോകുമ്പോൾ കാണാം അതിനകത്ത് ഇങ്ങനെ വന്നിരുന്ന് തെറിവിളി കേൾക്കുന്നു, തെറിവിളി കൊടുക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി. ലൈവ് ഒന്നും ഇപ്പോൾ കാണാൻ കൊള്ളത്തില്ല. അതെല്ലാവരുടെയും അങ്ങനെയാണ്. എന്നതൊക്കെയാണെന്ന് അറിയാം കിടന്ന് പറയെടുക്കുകയൊക്കെ ചെയ്യുന്നത്.
അതുപോലെ തന്നെ സാർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു വേഷം ചെയ്തതിന്, ഞാൻ രേണുവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, രേണു ഇപ്പോൾ ഒരു അഭിനയത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു വേഷം ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. അത് അഭിനയമായിട്ട് മാത്രം ദാസേട്ടൻ കോഴിക്കോടും രേണുവായിട്ടുള്ള അതിനാണ് സജിന ഭയങ്കരമായിട്ട് കിടന്നങ്ങ് ബഹളം വെച്ചത്. അതുപോലുള്ള സീൻസൊക്കെ ഇഷ്ടംപോലെ സിനിമയിലൊക്കെ കാണിക്കേണ്ടത്. അതൊക്കെ അഭിനയമാണ്, അവരുടെ തൊഴിലാണ്. ഞാൻ പറഞ്ഞു ആ ഒരു വേഷം അവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർ അടുത്തയാളെ വിളിക്കും. അതോടുകൂടി അവരുടെ ചാൻസ് പോയി, അവരുടെ വരുമാന മാർഗ്ഗമാണ് നിന്ന് പോകുന്നത് അഭിനയം എന്ന് പറയുന്നത്. അഭിനയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതേസമയം നമ്മൾ ഈ അഭിനയം അല്ലാതെ പിന്നെയും കിടന്ന് കുന്തിളിപ്പ് കാണിക്കുന്ന കാണുമ്പോഴാണ് നമ്മളിവരെ ഓരോന്നും പറഞ്ഞു പോകുന്നത്. ഞാൻ ഇന്ന് വരെ അന്ന് സജിനെ എടുത്ത് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തത് ആ ഒരു സീനായിരുന്നു. അത് ആ ഡയറക്ടർ അടുത്ത് നിൽക്ക് ഒട്ടി നിൽക്കുക എന്താ, അതുപോലൊക്കെ എല്ലാം അഭിനയിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരിക്കാം, അടുത്ത് നിൽക്കി ചേർന്ന് നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം. അതൊരു അഭിനയമാണ്. അത് അഭിനയത്തെ അഭിനയമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്നും തോന്നുകയില്ല. പക്ഷേ അഭിനയമല്ലാതെ അവർ കിടന്ന് കാണിച്ച കാര്യങ്ങൾക്കാണ് പ്രതികരിച്ചത്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണം ഉണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാവില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. രണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവർ അറിയുന്നില്ല. ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതി പീഡകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്ക് മെഡിസിൻ ഈ പണം പോകുമെന്നും. ഇത് രൻസാർ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ക്യാൻസർ പേഷ്യൻറ്റ് ഫുള്ളായിട്ടല്ല പറയുന്നത് കേട്ടോ, അല്ലാതെ ദിവസം വരുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ക്യാൻസർ ഒന്നും ഞാൻ പറയുന്നില്ല. അവർ ഈ ഉണ്ടാക്കുന്ന പൈസ വേറൊരു വഴി കൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും. വേറൊരു ക്യാൻസർ ഇങ്ങനെയൊന്നും കാണിക്കാതെ മാന്യമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അവർ അസുഖം വരാറുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ മറ്റൊക്കെ ആയിരിക്കും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല സാർ പറഞ്ഞത്. ഇങ്ങനെ കാണിച്ചു നടക്കുന്നവർക്ക് പൊതുവേ ഉണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ഒരു ഇത് പറയല്ല കേട്ടോ, പോസിറ്റീവായിട്ടുള്ള പറയല്ല, അവർക്കൊക്കെ തന്നെ സുഖമായിട്ട് ഒരു കാര്യമാണ്. ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെടും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയാണ് ഈ രോഗങ്ങളും കാര്യങ്ങളൊക്കെ. ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗം മനുഷ്യർക്ക് വരുന്നത് സ്വാഭാവികമാണ്. കാര്യം അത് പലർക്ക് പാരമ്പര്യമായിട്ട് ചിലർക്ക് വരും, പലർക്കും പലതരം. ഞാൻ ചെയ്യട്ടെ, ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഈ മറ്റേ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഇന്നസെൻ്റൊക്കെ ചികിത്സിച്ച അമൃതയിലുള്ള അദ്ദേഹത്തിനുണ്ടല്ലോ, അദ്ദേഹം എന്നെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടാണോ? അത് സാറ് പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് യോജിപ്പില്ലാത്ത കാര്യം യോജിപ്പില്ലെന്ന് തന്നെ പറയാം കേട്ടോ. കാര്യം ഇത് ക്യാൻസർ പേഷ്യൻ്റൊക്കെ മൊത്തത്തിലൊരു ആക്ഷേപിക്കുന്ന പോലെ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പറയാതിരിക്കും, സാർ ഇത് മൊത്തത്തിലൊരിതായിട്ട് പറഞ്ഞായിരിക്കും. പക്ഷെ അതിപ്പം മറ്റുള്ളവരും ആ അസുഖമുള്ളവർക്കൊക്കെ പെട്ടെന്നൊന്ന് ഫീലാകും. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്ന് തോന്നും. ഇങ്ങനെയുള്ളവർക്ക് കൊണ്ടുവരുന്നത് കഴിച്ച ദഹിക്കുകയില്ല, അത് സത്യമാണ്. അത്രയേ ഉള്ളൂ. ബൈബിൾ യേശുദേവൻ പറയുന്നു, ഇനി കാണുന്നവരെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ കണ്ണുകൾ പാപം ചെയ്യുന്നുവെങ്കിൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുക. കണ്ണുകളോടുകൂടി നീ നരകത്തിയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്കേറെ നല്ലത് ഒരു കണ്ണെങ്കിലും ഇല്ലാതെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കൈകളും കാലുകളും പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ ആ കൈകളോ കാലുകളോ നീ തന്നെ മുറിച്ച് കളയുക. കാരണം കൈയും കാലും വെച്ചുകൊണ്ട് നീ നരകത്തിയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് കൈകളും കാലുകളോ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതിൻ്റെ ആന്തരിക തത്വം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പുതിയ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരുടെ ചിന്താധാരകളെ അവരെ സൈക്കോളാക്കി മാറ്റാനും അവരുടെ പഠനം ഇല്ലാതാക്കി മാറ്റാനും നല്ലപോലെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലെയും പുരുഷന്മാരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കുത്തിക്കയറ്റി ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ആ കുടുംബങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന ഈ മ്ലേച്ഛ പ്രവർത്തികൾ, ഇത് ഇന്ത്യൻ പ്രസിഡന്റ്, ആദരണീയ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ ഗവൺമെൻറ്റൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൈറ്റുകളും വ്യക്തികളുടെ വീഡിയോകളും ടെലഗ്രാമുകളും എല്ലാം കട്ട് ചെയ്യും എന്ന്. ചെറുതായി കട്ട് ചെയ്താൽ പോരാ, വളരെ വലുതായി തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പുതിയ തലമുറയിലെ കുട്ടികൾ ഏറെ പേരും പഠിക്കാൻ മടി കാണിച്ച് ഉടായ്പിലൂടെ പണമുണ്ടാക്കുന്നത് മാത്രമല്ല അവർ സൈക്കോകളായി മാറി. രഞ്ജിത് സാർ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മാറാരോഗം മാതിരിയാണല്ലോ ക്യാൻസറൊക്കെ നമ്മൾ പറയുന്നത്. ചികിത്സിച്ച് ഇങ്ങനെ ജീവിതം മൊത്തം നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു പോസിറ്റീവായിട്ട് മൊത്തം ക്യാൻസർ പേഷ്യൻറ്റിനെ അപമാനിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അത് ഇനി മറ്റുള്ളവർക്ക് ഫീൽ ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. കറക്റ്റാണ് പറഞ്ഞത്. ഇതിനകത്തേക്ക് പോകുന്നവർ സൈക്കോളായി തീരുവാണ് ചെയ്യുന്നത്. അവരെ നമുക്ക് പിന്നെ ഒരിക്കലും നിയന്ത്രിക്കാനൊന്നും പറ്റാൻ മേലാതായി പോകും. ഇത് നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ഇതൊക്കെ നിയമമായിട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം എൻ്റെ പേരും ഒന്നും വന്നില്ലെങ്കിൽ ഇതിനൊരു പരിഹാരമില്ല കേട്ടോ. ഭയങ്കര ഓവറായിട്ട് കാര്യം പരിധി വിട്ടു പോവാണ്. സ്ത്രീകൾ ഇങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ ശരീരഭാഗം കൂടുതൽ കാണിക്കുന്നോ അവർക്ക് കൂടുതൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് അവർ അതിൻ്റെ അടുത്ത പടി തേടി പോവുകയാണ് ചെയ്യുന്നത്. രേണു ഞാനിപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സായി, എന്തോരമായി, അവർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൻ്റെ കണക്കൊക്കെ രേണു എന്ന് പറയുന്നത് കേട്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഏത് പിള്ളേരാണ് ഇതിലേക്ക് ചെല്ലാതിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സാർ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ. ബൈബിളിൽ പറയുന്ന ഒരു കാര്യം രേണു കൊണ്ടുവന്നത്, രേണു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിന് എതിർത്തതിന് രേണു കൊണ്ടുവന്നൊരു ഡയലോഗാണ്, ബൈബിളിലെ വചനമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്, പാവം ചെയ്യാത്തൊരു കല്ലെറിയട്ടേന്ന്. രേണുവിനെ കുറ്റം പറയുന്നവരെയാണ് രേണു പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തൊരു കല്ലെറിയട്ടെ എന്നാണ്, പാവം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് ബൈബിളിലെ വാക്യമാണ്. അതിൻ്റെ അർത്ഥങ്ങളോ അതിൻ്റെ ആ സിറ്റുവേഷനോ ഒന്നും അവർക്കറിയത്തില്ല. അതൊന്നും അറിയാൻ മേലെ തന്നെ അവർ ആ ഡയലോഗ് കൊണ്ട് വന്നിരിക്കുന്നത്. ബൈബിളിനെ പറ്റി എവിടുന്നോ ആരോ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, നീ ഇതങ്ങ് എടുത്ത് അടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പുള്ളിക്കാരി കൊണ്ടുവന്നതാണ്.
അല്ലാതെ അതിൻ്റെ സിറ്റുവേഷൻ തന്നെയാണ്. അത് എന്തിനാണ് അങ്ങനെ കർത്താവ് പറഞ്ഞത് എന്നൊന്നും അല്ല, അതിൻ്റെ ആ ഒരു കാര്യങ്ങളല്ല. മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പൈസ ഉണ്ടാക്കാൻ എളുപ്പ മാർഗ്ഗങ്ങളാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവായിട്ടാണ് അവർ കാണുന്നത്. നമുക്കറിയാം ഓരോ തലമുറയിലും ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മുട്ടായി മേടിക്കുക, അങ്ങനെ കല്ല് പെൻസിൽ എന്നുവെച്ചാൽ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കല്ല് പെൻസിലൊക്കെ വരും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മുട്ടായികൾ, ഈ പിന്നെ പെൻസിൽ മുട്ടായി, അങ്ങനെയൊക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള, പിന്നെ പപ്പട ബോളി മാതിരിയുള്ള മുട്ടായി. പിന്നെയുള്ളതാണ് ഓലോലിക്ക, അത് പലയിടത്തും പലതും അറിയില്ല, ഓലോലിക്ക, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ, ചാമ്പയ്ക്ക, അതിൻ്റെയൊക്കെ സീസൺ ആകുമ്പോൾ ഇതൊക്കെ വിൽക്കും. അത് മേടിക്കാനാണ് നമ്മളൊക്കെ വെച്ചാൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബറും കാ എടുക്കും, അത് കൊണ്ട് കൊടുക്കും, അന്നേരം പൈസ കിട്ടും, അത് എടുക്കും നമ്മൾ. അതിൽ നിന്ന് ഇതിങ്ങനെയുള്ള കാര്യം. പിന്നെ വെച്ചാൽ പറങ്ങാണ്ടി, കശുമാവ്, അതിൻ്റെ സീസണായി കഴിയുമ്പോഴത്തേക്ക് പറങ്ങാണ്ടി കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താണ് അന്നൊക്കെ പിള്ളേർ 10 പൈസ 20 പൈസയൊക്കെ വരുമാനം എടുക്കുക. പിന്നെ പറങ്ങാണ്ടിയൊക്കെ കട കൊണ്ട് കൊടുത്താലും അതിന് മുട്ടായി കിട്ടുന്നൊക്കെ ഒരു കാലഘട്ടം ഉണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ. അങ്ങനെയൊക്കെയാണ് ഓരോ അന്നത്തെ പിള്ളേരൊക്കെ കണ്ടത്. അവർക്ക് മുട്ടായി മേടിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കല്ല് പെൻസിൽ മേടിക്കുക, ഇല്ലെങ്കിൽ നല്ലൊരു കളിപ്പാട്ടം കണ്ട് അത് മേടിക്കുക, കാറ്, അങ്ങനെയുള്ള പാവ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത കുട്ടികൾക്കില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി എടുത്താൽ കഴിയുമ്പോഴത്തേക്ക് പിന്നത്തെ കുറേ തലമുറയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പിള്ളേരൊക്കെ കാണിക്കുന്നത് ആമ്പിളാരേ ഉള്ളൂ, പെൺപിള്ളേരില്ല. ഇതും ഈ കപ്പലണ്ടി വിൽക്കുന്നതും കശുവണ്ടി വിൽക്കുന്നതൊക്കെ ആമ്പിളാണ്. പെങ്ങന്മാർ കൂടെ മേടിച്ച് കൊടുക്കുന്നേ ഉള്ളവർ. അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് പെങ്ങന്മാർ കൂടെ മേടിച്ച് കൊടുക്കും. കാര്യം പെറുക്കാൻ കൂടെ പെങ്ങന്മാരും കൂടെ വിളിച്ചുകൊണ്ട് പോരും. അങ്ങനെ അവരെ കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഇത് മേടിക്കുമ്പോൾ മുട്ടായിയുടെ വിഹിതവും പെൻസിലിൻ്റെ വിഹിതവും ഒക്കെ ഈ പെങ്ങന്മാർ കൂടെ കൊടുക്കും, ആങ്ങളമാർ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആമ്പിളാർ അവരുടെ സ്വന്തമായിട്ടുള്ള ചിലവിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം കേറ്ററിങ്ങിന് പോകും, കേറ്ററിങ്ങിന് വിളമ്പാൻ പോകും. അങ്ങനെയുള്ള കാര്യത്തിന് പോകുമ്പോൾ അവർക്ക് ഒരു ദിവസത്തെ എത്ര, അദ്ദേഹത്തേക്ക് 100, 200, 250, ഇപ്പോൾ എത്ര എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പോഴും പോകുന്നുണ്ട് പിള്ളേരൊക്കെ. അങ്ങനെ അവധി ദിവസങ്ങളിൽ കല്യാണത്തിന് വിളമ്പാൻ പോകും. അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അവരവരുടെ ആവശ്യങ്ങളെടുത്ത് മൊബൈൽ ചാർജ് ചെയ്യും, ഫുഡ് കഴിക്കാൻ പോകും, അങ്ങനെയൊക്കെ അവർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ പൈസ ഒന്നും തികയില്ല അവർക്ക്. അതൊക്കെ മേലെ അവർക്ക് വേണം. ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ട് എത്ര സന്തോഷം എന്നാണ് ചിന്തിക്കുന്നത്. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പണ്ടൊക്കെ പെൺപിള്ളേർക്കൊക്കെ ഒരു ഇച്ചിരി ഒന്ന് ശരീരം കാണുന്ന രീതിക്ക് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാൽ അവർക്ക് പേടിയായിരുന്നു, നാണക്കേടായിരുന്നു, മറ്റുള്ളവർ എന്നാ പറയുന്നുള്ളത്. അത് പോയിട്ട് ഇപ്പം എങ്ങനെ വേണേലും ഫേസ്ബുക്കിൽ ഡ്രസ്സ് ഊരി വേണേലും അവർക്ക് നിൽക്കാൻ മടിയില്ല. കാര്യം പൈസ, അതിലൂടെ അവരെ അന്വേഷിച്ച ആൾക്കാർ ചെല്ലണം, പൈസ കിട്ടണം. അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അവിഹിതം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ അവിഹിതമായിട്ടാണ് ഈ പരിപാടി കാണുന്നത്. പിന്നെ വ്യഭിചാരം എന്നൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി പേരുകൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ കുറച്ച് പേരൊന്നും എതിർത്തൊന്നും വേണ്ടി നിങ്ങൾ ഒന്നും ആകില്ലെന്നറിയാം. കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയൊക്കെ അത് കാണേണ്ടവരുടെ കൺമുന്നിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഇത് ശരിയല്ല. അങ്ങനെ എന്തെങ്കിലും നിയമ നടപടികൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കും. എന്നെല്ലാം കാര്യങ്ങൾ ചെയ്യാം ഫോണിനകത്ത്, എന്തോരം റീൽസ് എടുക്കാം. അതൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. ഇപ്പോൾ വേണ്ട സ്ത്രീകൾ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അലൻ ജോസ് പെരേര തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അഭിലാഷ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അലൻ ജോസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അന്നേരം അതിനകത്ത് നിങ്ങളോട് ഞാൻ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവരുമൊക്കെ അതൊക്കെ. പിന്നെ അലൻ ജോസിനെ നമ്മളൊന്നും ഇതിലൊന്നും പെടുത്തിയിട്ടില്ല. എന്നതൊക്കെയോ കിടന്ന് കാണിക്കുന്നു, എവിടെയൊക്കെയോ പോകുന്നു, എന്തിനോ വേണ്ടി കിടന്ന് തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന മാതിരിയാണ് അലൻ ജോസിൻ്റെയൊക്കെ കാര്യം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ പറ്റി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. അതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും തെറ്റ് ശരിയും കാണുമല്ലോ അതിൽ. അപ്പനെ തല്ലിയാലും അതിൽ തല്ലിയത് നല്ലതാണെന്ന് പറയാനും തല്ലിയത് മോശമാണെന്ന് പറയാനും ആൾക്കാരുണ്ട്, 2 ഭാഗം പറയാനും ആൾക്കാരുണ്ട്. എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പോകല്ലേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.